നമസ്കാരം. ആസ്ട്രോ വാസ്തുവിലേക്ക് സ്വാഗതം. 2025 കുംഭമാസത്തിൽ ചിത്തിരം മുതൽ രേവതി വരെ, അതായത് തുലാൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. തുലാൻ രാശി ചിത്തിരേര, ചോതി, വിശാഖം, മൂക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി. 11ാം ഭാവാധിപനായ സൂര്യൻ കുംഭമാസത്തിൽ തുലാൻ രാശിയുടെ 5ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 5ാം ഭാവം സൂര്യന് പ്രതികൂല ഭാവമാണ്. മനചാഞ്ചല്യം, പരിഭ്രമം, രോഗഭയം, ശത്രുഭയം, ആരോഗ്യഹാനി, ധനഹാനി, സ്നേഹിതരെ കൊണ്ട് ക്ലേശം എന്നിവയാണ് 5ലെ സൂര്യൻ നൽകുന്നത്. ജന്മരാശ്യാധിപനായ ശുക്രൻ്റെ 6ാം ഭാവത്തിലുള്ള ഉച്ചസ്ഥിതിയും ഗുരു ശുക്ര പരിവർത്തന യോഗവും ഫെബ്രുവരി 27 ശേഷമുള്ള ബുധൻ്റെ നീചഭംഗ രാജയോഗവും കർമ്മരംഗത്തെ പുഷ്ടിപ്രദമാക്കുന്നു. 7ാം ഭാവാധിപനായ ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ബിസിനസ്സുകാർക്കും നേട്ടങ്ങളുടെ സമയമായിരിക്കും. എന്നാൽ 9ാം ഭാവം ചൊവ്വയ്ക്ക് പ്രതികൂല ഭാവമായതിനാൽ പണസംബന്ധമായ ഞെരുക്കവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുകാർ ഈ കാര്യം കൂടി ശ്രദ്ധിക്കണം. ദമ്പതികൾക്ക് സമയം സാധാരണ നിലയിലായിരിക്കും. തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. 5ാം ഭാവാധിപനായ ശനി 5ൽ തന്നെ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനം നല്ലതുപോലെ നടക്കും. 5ാം ഭാവത്തിൽ നിപുണയോഗം നിർമ്മിച്ച് രവി ബുധന്മാർ ഫെബ്രുവരി 27 വരെ നിൽക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് ഗുണപ്രദമായിരിക്കും. പ്രണയിക്കുന്നവർക്ക് സമയം മധ്യമമായിരിക്കും. ബുധൻ മാസത്തിൻ്റെ അവസാന വാരത്തിലാണ് ഗുണം നൽകാൻ തുടങ്ങുന്നത്. 6ാം ഭാവത്തിൽ നീചഭംഗ രാജയോഗത്തോടു കൂടി നിൽക്കുന്ന ബുധൻ സഞ്ചരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും വിജയവും കുട്ടികളുടെ പഠനവും അന്നവസ്ത്രാദി ലാഭവും സന്തോഷവുമായിരിക്കും നൽകുന്നത്. കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകും. 6ലെ ശുക്രൻ മാളവ്യ യോഗത്തോടു കൂടിയാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ തന്നെയും ശത്രുക്കളുമായി തർക്കം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. 6ലെ സർപ്പൻ ധനലാഭവും സുഖവും നൽകും. 8ലെ ഗുരു രോഗവും ദുഃഖവും ക്ലേശകരമായ യാത്രയും ഭാഗ്യദോഷവും ദൈവാധീനക്കുറവും നൽകുന്നു. 2025 മെയ് 14 ശേഷം ഭാഗ്യഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ഗുരു എല്ലാ പ്രയാസങ്ങളും മാറ്റും. 9ൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ശരീരപീഡയും അപമാനവും നൽകുന്നു. 12ലെ ശിഖി ധനച്ചെലവുകളെ കാണിക്കുന്നു. 5ലെ ശനി സമാധാനമില്ലായ്മയും കുടുംബക്കാരുമായി കേസ് വഴക്കുകളും സന്താനഹാനിയും സൂചിപ്പിക്കുന്നു. അങ്ങനെ ശനി, ഗുരു, ചൊവ്വ, കേതു എന്നീ ഗ്രഹങ്ങളാണ് പ്രതികൂലരായി നിൽക്കുന്നത്. പരിഹാരമായി നവഗ്രഹ ക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തുന്നത് നല്ലതാണ്. ഗുരുവായൂരപ്പന് പാൽപായസവും നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. അടുത്തതായി വൃശ്ചികൻ രാശി. വിശാഖങ്കാൽ, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി. വൃശ്ചികത്തിൻ്റെ 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ 10ാം ഭാവാധിപൻ കൂടിയാണ്. 4ാം ഭാവം സൂര്യന് അനുകൂല ഭാവമല്ല. ഗ്രഹത്തിൽ കലഹം, ഭാര്യയെക്കൊണ്ട് ക്ലേശങ്ങൾ, യാത്രാക്ഷീണം, രോഗം, ശരീരപീഡ, മനോദുഃഖം എന്നിവയാണ് 4ലെ സൂര്യൻ നൽകുന്നത്. 10ാം ഭാവാധിപനായ സൂര്യൻ നിൽക്കുന്നത് 4ാം ഭാവത്തിലാണല്ലോ. ഇത് കർമ്മരംഗത്തെ ഉയർച്ചയെ സൂചിപ്പിക്കുന്നു. സർവ്വവിധ സുഖവും ധനവും ഐശ്വര്യവുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും സമയം നല്ലതാണ്. 7ാം ഭാവാധിപനായ ശുക്രൻ ഉച്ചസ്ഥനാണ്. ബിസിനസ്സുകാർക്ക് ഇത് വൻപിച്ച ഉയർച്ചയെ കാണിക്കുന്നു. ബിസിനസ് വിപുലീകരിക്കാൻ പറ്റിയ സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഒരു ശ്രദ്ധ വേണം. ദമ്പതികൾക്ക് സമയം മെച്ചമാണ്. 5ാം ഭാവാധിപനായ ഗുരു 7ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഇത് വിദ്യാർത്ഥികൾക്ക് വലിയ ഭാഗ്യങ്ങൾ നൽകും. ഉന്നത പഠനത്തിനുള്ള അവസരവും ഉണ്ടാകും. കുട്ടികൾക്ക് ആരോഗ്യവും പഠന മികവും കൂടുന്ന സമയമാണ്. ഇപ്പോൾ കണ്ടകശനിയുടെ സമയമാണ്. 2025 മാർച്ച് 29 കണ്ടകശനിയിൽ നിന്നും നിങ്ങൾക്ക് മുക്തരാകാൻ കഴിയും. 4ലെ ശനി രോഗങ്ങളെയും ഭാര്യാവിരഹത്തെയും ബന്ധുവിയോഗത്തെയും സാമ്പത്തിക ക്ലേശത്തെയും ധനനാശത്തെയും ശത്രുക്കളുടെ ശല്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. 2 വർഷമായി ഇതാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 4ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ ഫെബ്രുവരി 27 വരെ നിങ്ങൾക്ക് ധനലാഭവും മാതൃസുഖവും കുടുംബസുഖവും ധനസമൃദ്ധിയും നൽകും. 5ലെ സർപ്പൻ ധനനഷ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്.
ഏഴിൽ സ്ഥിതി ചെയ്യുന്ന ഗുരു കാര്യവിജയവും ആരോഗ്യവും സർക്കാരിൽ നിന്നുള്ള സഹായവും നാനാവിധ സുഖങ്ങളും കുടുംബത്തിൽ മംഗളകർമ്മങ്ങളും സ്ത്രീസുഖവും സന്താനസുഖവും നൽകുന്നു. എട്ടിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ കാര്യഹാനിയെയും സ്ഥാനഭ്രംശത്തെയും രോഗത്തെയും ധനച്ചിലവുകളെയും സൂചിപ്പിക്കുന്നു. 11ലെ ശിഖി ചിലവുകളെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ശനിയും സൂര്യനും ചൊവ്വയും സർപ്പനും കേതുവും പ്രതികൂലരാണ്. ആയതിനാൽ ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനവും ഞായറാഴ്ച തോറും ശിവന് ധാരയും വെള്ളിയാഴ്ച തോറും ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും നടത്തുന്നത് നല്ലതായിരിക്കും. രാഹുകേതുക്കൾക്ക് വേണ്ടി നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അർച്ചനയും നടത്തുക. എല്ലാ ദോഷങ്ങളും മാറും. അടുത്തതായി ധനുരാശി. മൂലം, പൂരാട, ഉത്തരാടങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി. ധനുരാശിയുടെ 3-ാം ഭാവത്തിലാണ് ഭാഗ്യഭാവാധിപനായ സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. 3-ാം ഭാവം സൂര്യന് അനുകൂല ഭാവമാണ്. മനസുഖവും മിത്രസ്നേഹവും കൂടുന്ന സമയമാണ്. ശത്രുക്കളുടെ പരാജയവും രോഗമുക്തിയും ഉണ്ടാകും. സ്ഥാനമാന ലാഭങ്ങളും ബഹുമാനപ്രാപ്തിയും ഉണ്ടാകും. 10-ാം ഭാവാധിപനായ ബുധൻ 3, 4 ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ സമയത്തെ കർമ്മപുഷ്ടിയും അധികാരപ്രാപ്തിയും ഉണ്ടാകും. ഫെബ്രുവരി 27 ശേഷം 5-ാം ഭാവത്തിലേക്ക് ബുധൻ സഞ്ചരിക്കുമ്പോൾ നീചഭംഗ രാജയോഗത്തോടു കൂടി നിൽക്കുന്ന ബുധൻ തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. 7-ാം ഭാവാധിപൻ കൂടിയാണ് ബുധൻ. ഇത് ബിസിനസ്സുകാർക്ക് നേട്ടങ്ങൾ നൽകും. ദമ്പതികൾക്ക് സമയം മധ്യമമായിരിക്കും. 5-ാം ഭാവാധിപനായ ചൊവ്വ 7-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇത് സകലവിധ ഐശ്വര്യങ്ങളും സുഖവും മാന്യതയും വിദ്യാവിജയവും ഉണ്ടാക്കും. പക്ഷേ ചൊവ്വയാണ് 7-ൽ നിൽക്കുന്നത്. അതുകൊണ്ട് സഹപ്രവർത്തകരോടെ മര്യാദയായി പെരുമാറണം. പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ശത്രുശല്യം ഉണ്ടാകാം. 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി 2025 മാർച്ച് 29 വരെ സുഖവും കാര്യവിജയവും ആരോഗ്യവും ധനലാഭവും ഉദ്യോഗലാഭവും നൽകുന്നു. 4-ലെ ഉച്ചസ്ഥനായ ശുക്രൻ കുടുംബസുഖവും സ്ത്രീ സംസർഗവും ധനവും വീട് വാഹനം എന്നിവയുടെ ലബ്ധിയും ആർഭാട ജീവിതവും 4 മാസത്തേക്ക് നൽകുന്നു. 4-ലെ സർപ്പൻ ശത്രുത്വം കൂട്ടും. 6-ലെ ഗുരു ഭാര്യാപുത്രാദികളുമായ അഭിപ്രായ വ്യത്യാസങ്ങളും ശത്രുപീഡയും രോഗപീഡയും സർക്കാരിനെ കുറിച്ചുള്ള ഭയവും നൽകും. 7-ൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ കുടുംബത്തിൽ കലഹം, ധനനാശം, ഉദരരോഗം എന്നിവ നൽകുന്നു. 10-ലെ ശിഖി ശത്രുത്വം കൂട്ടുന്നു. പൊതുവെ ഗുരുവും ചൊവ്വയും സർപ്പനും കേതുവുമാണ് പ്രതികൂല ഫലങ്ങൾ നൽകുന്നത്. ഗുരുപ്രീതിക്ക് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിലും ചൊവ്വയെ പ്രീതിപ്പെടുത്താൻ ഭദ്രകാളി ക്ഷേത്രത്തിലും രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്താൻ നവഗ്രഹ ക്ഷേത്രത്തിലും ദർശനം നടത്തുകയും അർച്ചനകൾ നടത്തുകയും ചെയ്യുക. അടുത്തതായി മകരം രാശി. ഉത്തരാടം, മുക്കാൽ, തിരുവോണം, അവിട്ടമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരം രാശി. മകരം രാശിയുടെ 2-ാം ഭാവത്തിലാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. സൂര്യന് 2-ാം ഭാവം പ്രതികൂല ഭാവമാണ്. 2-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ശരീരത്തിന് ബലക്കുറവ് അനുഭവപ്പെടും. കാര്യങ്ങളിൽ പരാജയവും മനസ്സമാധാനമില്ലായ്മയും സർക്കാരിൽ നിന്ന് ഭയവും കള്ളന്മാരുടെ ശല്യവും ധനനഷ്ടവും സംഭവിക്കാം. 10-ാം ഭാവാധിപനായ ശുക്രൻ ഉച്ചസ്ഥനാണ്. ഇത് തൊഴിൽ ചെയ്യുന്നവർക്ക് പദവികളും പ്രശംസകളും വാങ്ങിക്കൊടുക്കും. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവും 3-ൽ നിൽക്കുന്ന ശുക്രനും പരിവർത്തന യോഗം ചെയ്താണ് നിൽക്കുന്നത്. ഇത് ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ നൽകും. 5-ാം ഭാവാധിപനായ ശുക്രൻ ഉച്ചസ്ഥനാണല്ലോ. 5-ൽ ഗുരുവും നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് കുട്ടികൾക്ക് ബുദ്ധി വികസിക്കുന്ന സമയമാണ്. അവർക്ക് പഠിത്തത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ പഠന വിജയത്തിൽ ആഹ്ലാദിക്കാനും കഴിയുന്ന സമയമാണ്. പ്രണയിക്കുന്നവർക്ക് സമയം നല്ലതാണ്. ബുധൻ 2, 3 ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ബുധൻ 2-ൽ സഞ്ചരിക്കുന്ന സമയം ഫെബ്രുവരി 27 വരെ സന്തോഷവും നല്ല ആൾക്കാരുമായുള്ള സഹകരണവും വലിയ തോതിൽ ധനവരവും പ്രതീക്ഷിക്കാം. 3-ാം ഭാവത്തിലേക്ക് ബുധൻ സഞ്ചരിക്കുമ്പോൾ ശത്രുഭയമുണ്ടാകാം. പക്ഷേ ബുധൻ 3-ാം ഭാവത്തിൽ നീചഭംഗ രാജയോഗത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കൂടാതെ ബുധൻ ഉച്ചസ്ഥനായ ശുക്രനോട് യോഗം ചെയ്തുമാണ് നിൽക്കുന്നത്. 5-ലെ ഗുരു സുഖവും കാര്യവിജയവും ബന്ധുസുഖവും സ്ഥാനമാന ലാഭങ്ങളും സന്താനസുഖവും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും നൽകുന്നു.
6 ചൊവ്വ പ്രശസ്തിയും ആനന്ദവും, എല്ലാ കാര്യങ്ങളിലും വിജയവും, രോഗശമനവും, ശത്രുനാശവും, വസ്ത്രാഭരണാദി ലാഭവും നൽകുന്നു. 9 കേതു പാപപ്രവർത്തികൾ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കും. 3 സർപ്പൻ ധനലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത്. 7 ശനിയുടെ അവസാന ഭാഗത്തിലാണ് മകരൻ രാശിക്കാർ നിൽക്കുന്നത്. 2 സഞ്ചരിക്കുന്ന ശനി കാര്യപരാജയവും ധനനാശവും ക്ലേശങ്ങളും സന്താന ദുഃഖങ്ങളും ബന്ധുവിരോധവും നൽകും. അങ്ങനെ സൂര്യനും ശനിയും കേതുവുമാണ് പ്രതികൂല ഫലങ്ങൾ നൽകുന്നത്. ആയതിനാൽ ഞായറാഴ്ച തോറും ശിവക്ഷേത്രത്തിൽ ധാരയും ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനവും കേതുവിനെ പ്രീതിപ്പെടുത്താൻ ഗണപതി ഹോമവും നടത്തുക. ദോഷങ്ങൾ മാറിക്കിട്ടും. അടുത്തതായി കുംഭൻ രാശി. അവിട്ടമര, ചതയം, പൂരിരുട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി. 7ാം ഭാവാധിപനായ സൂര്യൻ കുംഭമാസത്തിൽ കുംഭൻ രാശിയുടെ ജന്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനോദുഃഖവും ശരീരപീഡയും ഭാര്യാപുത്രാദികളോട് കലഹവും യാത്രാക്ഷീണവും തൻ്റെ കുറവും ഉദരരോഗവുമാണ് സൂര്യൻ നൽകുന്ന ഫലം. ഹൃദ്രോഗം ഉള്ളവർ ശ്രദ്ധിക്കണം. 10ാം ഭാവാധിപനായ ചൊവ്വ 5ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉദ്യോഗസ്ഥർക്ക് ഉന്നത സ്ഥാനമാനങ്ങളും പദവികളും സിദ്ധിക്കുന്ന സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്കും സമയം മെച്ചമാണ്. പക്ഷേ കുജനായതുകൊണ്ട് ശ്രദ്ധിക്കണം. തൊഴിൽ സ്ഥലത്ത് തർക്കങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക. 5ാം ഭാവാധിപനായ ബുധൻ ജന്മത്തിലും 2ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഫെബ്രുവരി 27 ശേഷം ബുധൻ നല്ല ഫലങ്ങൾ തരും. വിദ്യാർത്ഥികൾക്ക് സന്തോഷവും നല്ല സുഹൃത്തുക്കളെയും ലഭിക്കുന്ന സമയമാണ്. അവരിൽ നിന്ന് പഠനത്തിന് ഉപകരിക്കുന്ന പല കാര്യങ്ങളും ലഭിക്കുന്ന സമയം കൂടിയാണ്. കൂടാതെ 2ലെ ശുക്രൻ കുട്ടികൾക്ക് വലിയ ഭാഗ്യങ്ങൾ നൽകും. പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമാണ്. 7ാം ഭാവാധിപനായ സൂര്യൻ ജന്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വ്യാപാരത്തിന് കുഴപ്പമില്ല. പക്ഷേ ശാരീരിക അസ്വസ്ഥതകൾ വരുമ്പോൾ ശ്രദ്ധിക്കണം. ധനച്ചിലവുകളും കൂടും. ദമ്പതികൾക്ക് സമയം സാമാന്യമായിരിക്കും. 2ൽ നിൽക്കുന്ന ശുക്രൻ തുടർച്ചയായ ധനലാഭത്തെയും സ്ത്രീസുഖം, ആരോഗ്യം, ലോക ബഹുമാനവും വസ്ത്രലാഭവും വിവിധ സുഖങ്ങളും നൽകുന്നു. 2ൽ സ്ഥിതി ചെയ്യുന്ന സർപ്പൻ ധനഹാനിയെയാണ് സൂചിപ്പിക്കുന്നത്. 4ലെ ഗുരു ധനനാശവും സമാധാനക്കുറവും ശത്രുവൃദ്ധിയും ബന്ധുക്കളെ കൊണ്ട് ഉപദ്രവവും അപമാനവുമാണ് സൂചിപ്പിക്കുന്നത്. ഈ സമയത്ത് വീട് വിട്ടു പോകണമെന്ന് തോന്നും. 5ൽ നിൽക്കുന്ന ചൊവ്വ സന്താന ദുഃഖത്തെയും ശത്രുപീഡയെയും കാണിക്കുന്നു. ധനച്ചിലവുകളും വേണ്ടാത്ത ആഗ്രഹങ്ങളും ഉണ്ടാകും. ബന്ധുക്കളുമായും സന്താനങ്ങളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ശിഖിയുടെ 8ലെ സ്ഥിതി പ്രാണഭയത്തെ സൂചിപ്പിക്കുന്നു. വാഹനം സൂക്ഷിച്ചോടിക്കണം. കുംഭൻ രാശിക്കാർക്ക് 7ര ശനിയുടെ സമയമാണ്. ജന്മത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. ജന്മശനി ശരീരപീഡയും രോഗങ്ങളും ഉണ്ടാക്കാം. കുടുംബക്കാരുമായി വഴക്കും മനക്ലേശങ്ങളും ഉണ്ടാകാം. കർമ്മം ചെയ്യേണ്ടി വരും. എന്നാൽ ശനി ബലവാനായതുകൊണ്ട് മേൽപ്പറഞ്ഞ ദോഷങ്ങൾക്ക് കുറവുണ്ടാകും. അങ്ങനെ ശനി, ചൊവ്വ, ഗുരു, സർപ്പൻ, ശിഖി എന്നിവർ പ്രതികൂലരാണ്. ആയതിനാൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അർച്ചനകൾ നടത്തുക. ശനീശ്വരന് ശനിയാഴ്ച തോറും നീരാഞ്ജനവും നടത്തണം. അടുത്തതായി മീനൻ രാശി. പൂരിരുട്ടാതി, കാൽ, ഉത്തിരിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി. മീനൻ രാശിയുടെ 6ാം ഭാവാധിപനായ സൂര്യൻ നിലവിൽ മീനത്തിൻ്റെ 12ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 12ാം ഭാവം സൂര്യന് പ്രതികൂല ഭാവമാണ്. 12ലെ സൂര്യൻ പരദേശവാസവും അധിക ചിലവുകളും തരുന്നു. ബന്ധുമിത്രാദി വിരഹവും സ്നേഹിതരുമായി കലഹവും ഉണ്ടാകാം. കാര്യഹാനിയും ധനഹാനിയും ഉണ്ടാകാം. 10ാം ഭാവാധിപനായ ഗുരു 3ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൊഴിൽ സ്ഥലത്തെ നല്ല ശീലങ്ങൾ കാണിച്ച് സഹപ്രവർത്തകരുടെ ഇഷ്ടം പിടിച്ചു പറ്റും. ബുദ്ധിപരമായി കാര്യങ്ങൾ ചെയ്ത് തൊഴിലിൽ ഉയർച്ചയുണ്ടാക്കും. അതിൻ്റെ ഫലമായി ധനവരവും കൂടും. 7ാം ഭാവാധിപനായ ബുധൻ 12ലും ജന്മത്തിലുമായിട്ടാണ് കുംഭമാസത്തിൽ സഞ്ചരിക്കുന്നത്. 12ൽ സഞ്ചരിക്കുന്ന ബുധൻ ധനഹാനിയെയും കർമ്മവിഘ്നത്തെയുമാണ് കാണിക്കുന്നത്. ജന്മത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ നീചഭംഗ രാജയോഗത്തോടു കൂടിയാണ് സഞ്ചരിക്കുന്നത്. മാളവീയ യോഗത്തോടുകൂടി ഉച്ചത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രനോട് യോഗം ചെയ്താണ് ബുധൻ നിൽക്കുന്നത്. ഇത് ബിസിനസ്സുകാർക്ക് നേട്ടങ്ങൾ നൽകും. ദമ്പതികൾക്ക് സമയം സാമാന്യമായിരിക്കും. ശുക്രൻ്റെ മാളവീയ യോഗവും ബുധൻ്റെ നീചഭംഗ രാജയോഗവും ഫെബ്രുവരി 27 വരെയുള്ള രവി ബുധ നിപുണ യോഗവും വിദ്യാർത്ഥികളുടെ പഠനത്തിന് വളരെ അനുകൂലത നൽകും.
പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമാണ്. ജന്മത്തിലെ സർപ്പൻ രോഗത്തെ സൂചിപ്പിക്കുന്നു. ജന്മരാശിയിലെ ശുക്രൻ സുഖത്തെയും ധനത്തെയും സൗന്ദര്യത്തെയും ആരോഗ്യത്തെയും കാണിക്കുന്നു. ശത്രുനാശത്തെയും സൂചിപ്പിക്കുന്നു. 3-ലെ ഗുരു തൊഴിലിൽ കുഴപ്പം, ബന്ധുക്കളുമായി വഴക്ക്, സ്ഥാനഭ്രംശം, ശരീരപീഡ, പിതൃക്ലേശം എന്നിവയാണ് നൽകുന്നത്. 4-ലെ ചൊവ്വ ബന്ധുവിരോധത്തെയും ശത്രുക്കളുടെ വൃദ്ധിയെയും കാണിക്കുന്നു. ഉദരരോഗവും ബന്ധുക്ലേശവും ഉണ്ടാകാം. 7-ലെ ശിഖി കലഹത്തെ സൂചിപ്പിക്കുന്നു. 7-ര ശനിയുടെ ആദ്യ ഭാഗത്തിലാണ് മീനൻ രാശിക്കാർ. ശനി 12-ലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. എല്ലാ തരത്തിലും നഷ്ടമുണ്ടാകാം. ദൂരയാത്രകളും മനക്ലേശങ്ങളും ദാരിദ്ര്യവും പ്രവർത്തന ക്ലേശവും ഉണ്ടാകാം. ശനിയും ഗുരുവും ചൊവ്വയും സൂര്യനും രാഹുകേതുക്കളും പ്രതികൂലരാണ്. പരിഹാരങ്ങൾക്കായി നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതാണ് നല്ലത്. എല്ലാ ഗ്രഹങ്ങൾക്കും അർച്ചന നടത്തണം. ശനിദോഷത്തിന് വേണ്ടി പ്രത്യേകിച്ച് നീരാഞ്ജനവും നടത്തുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.